ഹൈവേ വികസനത്തിന്റെ പേരിൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, ചെറുകിട മേഖലയിലെ വിദേശ നിക്ഷേപം പിൻവലിക്കുക, വ്യാപാരി പെൻഷൻ 1000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്രാൻഡ് രംഗത്തും വിദേശ പുസ്തക മൂലധനം ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കോടാനുകോടി ആളുകളുടെ ജീവിതമാണ് ഇവിടെ ദുഷ്കരമാകാൻ വേണ്ടി പോകുന്നത്. ഈ കോടാനുകോടി ആളുകൾ ഏതാണ്ട് 10-15 കോടി ആളുകളോളം വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാര മേഖലയാണെങ്കിൽ അതിൻ്റെ ഉടമകളായിട്ടുള്ള ഏതാണ്ട് 4-5 കോടി ആളുകൾ വരും. ഈ 4-5 കോടി ആളുകളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ 10-20 കോടി ജനങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങളും മറ്റുമായി. മാത്രമല്ല, ഈ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചുമട്ടു തൊഴിലാളികൾ, ലോറി തൊഴിലാളികൾ, അതുപോലെ തന്നെ കടകളിലെല്ലാം തന്നെ തൂക്കി കൊടുക്കുന്ന മറ്റ് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന തൊഴിലാളികൾ, ഇങ്ങനെ ഒട്ടേറെ ജനവിഭാഗങ്ങൾ, അങ്ങനെയെല്ലാം ഒരു 10-25 കോടി ജനങ്ങൾ ഉപജീവനം നയിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യ രാജ്യത്തെ ചെറുകിട വ്യാപാര മേഖല എന്ന് പറയുന്നത്. സി ദാമോദരൻ അധ്യക്ഷനായിരുന്നു. VV രമേശൻ, BM കുഞ്ഞിക്കണ്ണൻ, രാഘവൻ വെളുത്തോളി തുടങ്ങിയവർ സംസാരിച്ചു.